സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന ഡിഗ്രി പ്രിലിമിനറി എക്സാം സ്റ്റേജ് 1-ന്റെ ഉത്തരങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, മുച്ചിരിപ്പട്ടണം എന്നും അറിയപ്പെട്ടിരുന്ന തുറമുഖം ഏത്? ഇവിടെ തന്നിരിക്കുന്നത് മുറിച്ചിപ്പട്ടണം എന്നാണ്, പക്ഷേ ശരിക്കും മുച്ചിരിപ്പട്ടണം എന്നാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, മുസിരിസ്. ഓപ്ഷൻ എ മുസിരിസ്. ഈ ഗെയിംസ് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നറിയപ്പെട്ടിരുന്നു. ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് ആണ്. ഓപ്ഷൻ സി, കോമൺവെൽത്ത് ഗെയിംസ്. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത? കർണം മല്ലേശ്വരി. 2026 ഫിഫ ലോകകപ്പ് വേദി? ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവ എല്ലാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ, കാനഡ. ടേബിൾ ടെന്നീസിൽ 2023 അർജുന അവാർഡ് നേടിയത് ആരാണ്? ഐഹിക മുഖർജി. നീർത്തട പരിപാലന പരിപാടികൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്? ഭൂഗർഭ ജല റീചാർജും മണ്ണ് സംരക്ഷണവും മെച്ചപ്പെടുത്തുക. സാമൂഹിക സുരക്ഷയെ സാമൂഹിക ക്ഷേമത്തിൽ നിന്നും വേർതിരിക്കുന്ന സവിശേഷത ഏതാണ്? ഓപ്ഷൻ സി, സംഭാവനയോ പദവിയെയോ അടിസ്ഥാനമാക്കിയുള്ള നിയമപരമായ അവകാശം. ഫലപ്രദമായ ഗ്രാമീണ തൊഴിൽ പരിപാടികൾക്ക് വികേന്ദ്രീകരണം പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട്? ഓപ്ഷൻ ബി, ഇത് പ്രാദേശിക ഉത്തരവാദിത്തവും ആസൂത്രണവും മെച്ചപ്പെടുത്തുന്നു. തൊഴിൽ നിയമ നിർമ്മാണത്തിന് അടിസ്ഥാനമായ ഏത് തത്വമാണ് ന്യായമായ തൊഴിൽ സാഹചര്യങ്ങളെ ഏറ്റവും നേരിട്ട് പിന്തുണയ്ക്കുന്നത്? ഓപ്ഷൻ ബി, അസമമായ വിലപേശൽ ശക്തിയിൽ നിന്ന് തൊഴിലാളികളുടെ സംരക്ഷണം. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാമൂഹിക സാമ്പത്തിക വികസനത്തെ ഏറ്റവും നന്നായി പ്രതിഫലിപ്പിക്കുന്ന സൂചകം ഏതാണ്? മനുഷ്യ വികസന സൂചിക. കുട്ടികളിലെ വളർച്ചക്കുറവ് പരിഹരിക്കുന്നതിനായി ഒരു സ്കൂൾ പോഷകാഹാര പദ്ധതിയിൽ പയറുവർഗ്ഗങ്ങളും മുട്ടകളും ഉൾപ്പെടുത്തുന്നു. ഇത് പ്രധാനമായും മെച്ചപ്പെടുത്തുന്നത് പ്രോട്ടീൻ ലഭ്യത. കേരളത്തിലെ നെൽകൃഷി സീസണുകളിലായി നിരീക്ഷിക്കുന്നതിന് ഉപഗ്രഹ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നു. ഇത് ഏതിന് ഉദാഹരണമാണ്? റിസോഴ്സ് മോണിറ്ററിങ്ങിനുള്ള റിമോട്ട് സെൻസിംഗ്. ഒരു മലയോര മേഖലകളിൽ ഡീസൽ ജനറേറ്ററുകൾക്ക് പകരം മൈക്രോ ഹൈഡ്രോ സിസ്റ്റം സ്ഥാപിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതി ഗുണം എന്ത്? വായു മലിനീകരണത്തിലും ഇന്ധന ചെലവിലും കുറവ്. ഒരു സ്വാഭാവിക വനത്തിന് പകരം ഏകവിള തോട്ടങ്ങൾ മാത്രമുള്ള തോട്ടം ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുകയും 2 വർഷത്തിനുള്ളിൽ കീടങ്ങളുടെ ആക്രമണം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഏറ്റവും സാധ്യതയുള്ള കാരണം? ഓപ്ഷൻ സി, വിളകളുടെ ജനിതക ഏകത കാരണം വർദ്ധിച്ച അപകട സാധ്യത. മെഡിക്കൽ ഇംപ്ലാന്റുകളിൽ നാനോ കോട്ടിങ്ങുകൾ ഉപയോഗിക്കുന്നത് ബാക്ടീരിയ അണുബാധ കുറയ്ക്കുന്നു. ഇതിന്റെ പ്രധാന കാരണം ഇവയാണ്. തന്മാത്രാ സ്കെയിലിൽ സൂക്ഷ്മാണുക്കളുമായി ഇടപഴകുന്നത്? താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു സ്റ്റോർ നിർദ്ദേശം? A=B. ഇനി പറയുന്നവ ശരിയായി പൊരുത്തപ്പെടുത്തുക. തന്നിരിക്കുന്ന മാൽവെയർ, സ്പാമിംഗ്, സൈബർ നിയമം, ഫിഷിംഗ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1B. മാൽവെയർ വൈറസ്, സ്പാമിംഗ് ഇമെയിൽ, സൈബർ നിയമം സൈബർ കുറ്റകൃത്യം, ഫിഷിംഗ് ഡാറ്റ മോഷ്ടിക്കൽ. സോഫ്റ്റ്വെയർ പാക്കേജുകളെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒരു പ്രത്യേക ആപ്ലിക്കേഷന് വേണ്ടി രൂപകൽപ്പന ചെയ്ത പ്രോഗ്രാമുകളുടെ ഒരു കൂട്ടമാണ് സോഫ്റ്റ്വെയർ പാക്കേജ്. MS വേർഡും MS എക്സലും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജുകളുടെ ഉദാഹരണമാണ്.
കമ്പൈലറുകളും അസംബ്ലറുകളും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജുകളാണ്. സാധാരണ ഉപഭോക്തൃ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് സോഫ്റ്റ്വെയർ പാക്കേജുകൾ സാധാരണയായിട്ട് വികസിപ്പിച്ചെടുക്കുന്നത്. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ തെറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. 3 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അടുത്ത ചോദ്യം, OSI മോഡലിന്റെ ഡാറ്റ ലിങ്ക് ലെയറിൽ പ്രവർത്തിക്കുന്നതും ഒരു നെറ്റ്വർക്കിനെ സെഗ്മെന്റുകളായി വിഭജിക്കാൻ ഉപയോഗിക്കുന്നതുമായ നെറ്റ്വർക്ക് ഉപകരണം ഏതാണ്? സ്വിച്ച്. താഴെ പറയുന്നവയിൽ ഏതാണ് https www.mypage.com എന്നതിലേക്ക് ക്ലിക്ക് ചെയ്യാവുന്ന ലിങ്ക് ശരിയായിട്ട് സൃഷ്ടിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. ടീസ്റ്റ മുതൽ ബ്രഹ്മപുത്ര നദികൾ വരെയുള്ള ഹിമാലയൻ ശ്രേണികൾ അറിയപ്പെടുന്നത്? ആസാം ഹിമാലയം. താഴെ പറയുന്ന പ്രസ്താവന വായിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. ലോകത്തിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വ്യാപകമായ വെള്ളപ്പൊക്കത്തിനും വരൾച്ചയ്ക്കും കാരണമാകുന്ന ഒരു ഇടുങ്ങിയ ചൂടുള്ള പ്രവാഹമാണ് എൽ നിനോ. ഉപരിതല ജലത്തിൽ നിന്ന് പടിഞ്ഞാറോട്ട് വീശുന്ന ശക്തമായ പസഫിക് വ്യാപാര കാറ്റ് മധ്യ കിഴക്കൻ പസഫിക് മേഖലയിൽ അസാധാരണമായി തണുത്ത വെള്ളം അടിഞ്ഞുകൂടുന്നതിന് കാരണമാകുന്നു. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2 എന്നിവ ശരിയാണ്. റിമോട്ട് സെൻസിങ്ങിൽ സ്വാത്തിന്റെ ഒരു വശത്ത് നിന്ന് മറുവശത്തേക്ക് വരുന്ന വരികളുടെ ഭൂമിയെ സ്കാൻ ചെയ്യുന്ന സ്കാനറുകളെ എന്ത് വിളിക്കുന്നു? എക്രോസ് ട്രാക്ക് സ്കാനിംഗ്. ഒരു മരത്തിന്റെ ശാഖകൾക്ക് സമാനമായ രൂപത്തിലുള്ള ജലനിർഗമന സംവിധാനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഡെൻട്രിറ്റിക്. കേരളത്തിലെ കൊടുത്തിരിക്കുന്ന തടാകങ്ങളിൽ നിന്ന് തെറ്റായ ജോഡി? ഓപ്ഷൻ സി ആനമക്കൽ, തൃശൂർ. കേരളത്തിലെ ഡച്ചുകാരെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റായ പ്രസ്താവനകൾ? ഓപ്ഷൻ എ തെറ്റായ പ്രസ്താവന. കേരളത്തിൽ ആദ്യമായി അച്ചടിശാല ആരംഭിച്ച ഡച്ചുകാർ എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവന. നൽകിയിരിക്കുന്ന ജോഡികൾ യോജിപ്പിച്ച് താഴെ കൊടുത്തിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്ന മൂക്കുത്തി സമരം ആറാട്ടുപുഴ വേലായുധ പണിക്കർ, കല്ലുമാല സമരം അയ്യങ്കാളി, മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ, ചാന്നാർ കലാപം പൊയ്കേൽ യോഹന്നാൻ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. 1, 2, 3 ശരിയാണ്. 2025 മികച്ച വനിതാ കളിക്കാരിക്കുള്ള ഫിഫ അവാർഡ് നേടിയത് ആരാണ്? ഐത്താന ബോൺമറ്റി. ഔറംഗസീബിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ 1, 2 മാത്രം. അദ്ദേഹം ജസിയ വീണ്ടും ഏർപ്പെടുത്തി. അദ്ദേഹം ആക്രമണാത്മകമായ ഒരു ഡെക്കാൻ നയം പിന്തുടർന്നു. 1909 ഇന്ത്യൻ കൗൺസിൽസ് ആക്ടിനെ പരാമർശിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇത് മോർലി മിൻഡോ പരിഷ്കാരങ്ങൾ എന്നറിയപ്പെടുന്നു. ഇത് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അവതരിപ്പിച്ചു. ഇത് പ്രവിശ്യ സ്വയംഭരണം അവതരിപ്പിച്ചു. ഇത് ലെജിസ്ലേറ്റീവ് കൗൺസിലുകളുടെ വലിപ്പം വർദ്ധിപ്പിച്ചു. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2, 4 മാത്രം. GR ഇന്ദുഗോപന്റെ ആനോ എന്ന നോവലിനെ കുറിച്ചും അതിന്റെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ചും ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2 മാത്രം. 16-ാം നൂറ്റാണ്ടിൽ ഒരു വെള്ള ആൽബിനോ ആനയുടെയും അതിൻ്റെ പാപ്പാൻ്റെയും കൊച്ചിയിൽ നിന്ന് റോമിലേക്കുള്ള യാത്രയാണ് ആനോ എന്ന നോവൽ ചിത്രീകരിക്കുന്നത്. കേരളത്തിൻ്റെ നവോത്ഥാന യൂറോപ്പുമായുള്ള ചരിത്രപരമായ സമുദ്രാന്തര ബന്ധങ്ങൾ പര്യവേഷണം ചെയ്യുന്ന നോവൽ. മലയാളത്തിലെ ഇതിഹാസ കവി കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 3 മാത്രം. 18-ാം നൂറ്റാണ്ടിലെ തുള്ളൽ കലാരൂപത്തിന്റെ ശില്പിയായ കുഞ്ചൻ നമ്പ്യാർ തന്റെ രചനകളിൽ മൂർച്ചയുള്ള സാമൂഹിക വിമർശനവും നർമ്മവും സമന്വയിപ്പിച്ചതിന് ജനകീയ കവിയായി ആഘോഷിക്കപ്പെടുന്നു. സാഹിത്യ പഞ്ചാനൻ കണ്ടെത്തിയ സുന്ദോപാഖ്യാനം ഉൾപ്പെടുത്തുന്നുൾപ്പെടെ
വിവിധ പ്രസിദ്ധീകരണങ്ങളിലൂടെ നമ്പ്യാർക്ക് അവകാശപ്പെട്ട കൃതികളുടെ എണ്ണം കാലക്രമേണ വികസിച്ചു. കവി ടി ഉബൈദിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ഉം 2ഉം മാത്രം. ടി ഉബൈദ് ഒരു ദ്വിഭാഷാ കവിയായിരുന്നു. അദ്ദേഹം മലയാളം കന്നഡ സാഹിത്യത്തിന് ഗണ്യമായ സംഭാവനകൾ നൽകി. കേരള രൂപീകരണ കാലഘട്ടത്തിൽ കവി മലയാളം തന്റെ പ്രാഥമിക മാധ്യമമായി തിരഞ്ഞെടുത്തപ്പോൾ കന്നഡ ഭാഷയോടുള്ള പ്രതീകാത്മക വിടവാങ്ങലായിട്ടാണ് വിടവാങ്ങൽ എന്ന കവിത എഴുതിയത്. താഴെ പറയുന്ന നവോത്ഥാന നേതാക്കളെ അവരുടെ ജനന വർഷമനുസരിച്ച് ക്രമീകരിക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 3, 4, 2. താഴെ പറയുന്നവയിൽ ബുദ്ധമതവുമായി ബന്ധമില്ലാത്ത ആരാധനാലയങ്ങൾ ഏതാണ്? കൂടൽ മാണിക്യ ക്ഷേത്രം. തിരുവിതാംകൂറിലെ പണ്ടാരപ്പാട്ട വിളംബരം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഭൂപരിഷ്കരണങ്ങൾ. കേരളത്തിലെ വിമോചന സമരം എന്തിനുള്ള പ്രതികരണമായിരുന്നു? വിദ്യാഭ്യാസ ഭൂപരിഷ്കരണങ്ങൾ. ദി റിച്ചർഡ് ഓഫ് ദി എർത്ത് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഫ്രാൻസ് ഫാനോൺ. ഇന്ത്യയുടെ കിഴക്കോട്ട് നോക്കുക നയം പ്രഖ്യാപിച്ചത് നരസിംഹറാവു. ബ്രട്ടൺ വുഡ്സ് സ്ഥാപനങ്ങൾ സ്ഥാപിതമായത് ആഗോള സാമ്പത്തിക സ്ഥിരത സംരക്ഷിക്കുക. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 3. താഴെ പറയുന്നവയിൽ എന്തൊക്കെയാണ് ഹരിത വിപ്ലവത്തിന്റെ പ്രധാന ഘടകങ്ങൾ? ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവ എല്ലാം. ഉയർന്ന വിളവ് നൽകുന്ന ഇനം വിത്തുകൾ, രാസവളങ്ങളുടെ ഉപയോഗം, ജലസേചന സൗകര്യങ്ങളുടെ വിപുലീകരണം. 1971 ബംഗ്ലാദേശിന് ഒരു സ്വതന്ത്ര രാജ്യമായി ആദ്യമായി അംഗീകരിച്ച രാജ്യം ഏത്? ഭൂട്ടാൻ. എസ്താഡോ ദി ഇന്ത്യ ജനപ്രിയമായി അറിയപ്പെടുന്നത് പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. നാസി ജർമ്മനിയോടുള്ള പ്രീണന നയവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? നെവിൽ ചെമ്പർലൈൻ. ദേശീയ വരുമാന കണക്കെടുപ്പിൽ ഉപയോഗിക്കുന്ന താഴെ പറയുന്നവയിൽ ഏത് സമവാക്യമാണ് തെറ്റ്? ഓപ്ഷൻ ഡി. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയിൽ മഹാലനോബിസ് മാതൃക പ്രയോഗിച്ചത്? അതിന്റെ പ്രധാന ഊന്നൽ എന്തായിരുന്നു? ഓപ്ഷൻ ബി ആണ്. 2ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഘന അടിസ്ഥാന മൂലധന ഗുഡ് വ്യവസായങ്ങളിലെ നിക്ഷേപം. ഇന്ത്യയിലെ 2 തരം ആദായ നികുതികൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ്. വ്യക്തിഗത ആദായ നികുതിയും കോർപ്പറേഷൻ നികുതിയും. RBIയുടെ ഓപ്പൺ മാർക്കറ്റ് പ്രവർത്തനങ്ങൾ എന്താണ്? മണി മാർക്കറ്റിൽ യോഗ്യമായ സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്ന ഉപഭോക്തൃ അവകാശങ്ങൾ എന്തൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3, 4, 5, 6 എല്ലാം ശരിയാണ്. സുരക്ഷിതത്തിനുള്ള അവകാശം, വിവരങ്ങൾ അറിയുവാനുള്ള അവകാശം, തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം, കേൾക്കുവാനുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം. ഇനി വരുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ്. ഉത്തരം മാത്രം പറയുന്നു. 51ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി. 52ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി. 53 9. 54 33. 55ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ്. 56ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്. 57ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി. 58 ഓപ്ഷൻ സി. 59 ഓപ്ഷൻ എ. 59 ഓപ്ഷൻ എ. 60ാമത്തെ ചോദ്യം 60 ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. 61ാമത്തെ ചോദ്യം
ഓപ്ഷൻ എ. 62-ാമത്തെ ചോദ്യം 62 ഉത്തരം ഓപ്ഷൻ എ ആണ്. 63-ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്. 64-ാമത്തെ ചോദ്യം 64 ഉത്തരം ഓപ്ഷൻ ഡി. 65 ഓപ്ഷൻ സി. 66-ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. 67 ഓപ്ഷൻ എ. 68-ാമത്തെ ചോദ്യം ഓപ്ഷൻ എ. 69-ാമത്തെ ചോദ്യം ഓപ്ഷൻ എ. 70-ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി. ഇനി വരുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ്. ഷീ ഈസ് മേക്കിംഗ് ടീ. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. ഓപ്ഷൻ സി. ടീ ഈസ് ബീങ് മെയ്ഡ് ബൈ ഹെർ. ഹി ഈസ് ദ ബുക്ക് ദാറ്റ് യു ആസ്ക്ഡ് ഫോർ. That is the dash bracelet I have ever seen. Prettiest. Prasad doesn't look well today. Dash. Use proper question tag. Does he? Ammu dash her exam last year. Past. De facto means in reality or in fact. A life story written by a person about himself is called autobiography. The train will dash at 6 a.m. Leave. Choose the correctly spelled word. Option C. To throw in the towel means to give up. Pick the correct question tag. Please pass me the sugar. Will you? Choose the correct sentence from the following. Option C. We need water and air to live. Which of the following sentence is grammatically correct? We kept away from the class. Identify the simple sentence from the following. The doctor admitted his helplessness. Which is the correct preposition to be used in the following sentence? It is very rude to point dash the people. At. Identify the correct sentence from the following options. Flyers were all around the venue. Fill in the blank by adding the correct phrasal verbs given as options. We had to dash the party to another day owing to the sudden turn of events. Put off. Identify the error in the following sentence. The firefighters were well equipped with latest methods. Option D ആണ്. Identify the correctly spelled word from the options. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി. Which word given as options means exactly the same as the one in bold in the following sentence? To go abroad was the most frivolous decisions taken by her. Option C. Silly. ഇനി വരുന്നത് മലയാളം ചോദ്യങ്ങൾ. പേര് എന്ന പദത്തിന്റെ പര്യായമായി വരാത്തത് ഏത്? ഓപ്ഷൻ എ. ആമ്പൽ എന്ന പദത്തിന്റെ സമാനാർത്ഥമുള്ള ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ. കൈരവം, കുവലയൻ. താഴെ പറയുന്ന ജോഡികളിൽ തെറ്റായവ തിരഞ്ഞെടുത്ത് എഴുതുക. തെറ്റ്. ഓപ്ഷൻ ഡി ആണ്. 2, 4 തെറ്റ്. ചുവടെ കാണുന്ന ജോഡികളിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ ഡി 1, 2 ശരി. He came to me and assured me to repay his debt within a week. ഏറ്റവും ഉചിതമായ തർജ്ജമ ഏത്? അവൻ എൻ്റെ അടുത്ത് വന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ അവൻ്റെ കടം തിരിച്ചടയ്ക്കാമെന്ന് എനിക്ക് ഉറപ്പു തന്നു.
വെള്ളി കൊണ്ടുള്ള എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം ഏത്? ഓപ്ഷൻ ഡി. പതിവ്രത എന്നർത്ഥം വരുന്ന ശരിയായ രൂപം ഏത്? സ്വാതി. ഏറ്റവും ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ ഡി. മക്കത്തായം പിരിച്ചെഴുതുക. മക്കൾ പ്ലസ് തായം. അവസാനത്തെ ചോദ്യം, ചുവടെ കാണുന്ന പുല്ലിംഗ സ്ത്രീലിംഗ ജോഡികളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് 3, 4 ശരി. കേരള PSC ഈ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്യുമ്പോൾ ഉത്തരങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്